ഏതെങ്കിലും തരത്തിൽ കിംവദന്തികൾ സൃഷ്ടിക്കുക, കെട്ടുകഥകൾ സൃഷ്ടിക്കുക, കേട്ട് കേൾവികൾ പ്രചരിപ്പിക്കുക തുടങ്ങി എന്തൊക്കെ പരിപാടികളാണ് കേരള സർക്കാർ ചെയ്തു പോരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട്, അതൊരു വർഷം മുമ്പ് നടന്ന ഒരു പ്രോസസ്സാണ്, അതിപ്പോൾ പൊതുജന മധ്യത്തിലേക്ക് ആ ഒരു കാര്യം കൂടി വന്നിരിക്കുന്നു. എന്തായാലും നന്നായി. തെരഞ്ഞെടുപ്പിന് ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കുക തന്നെ വേണം തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെങ്കിൽ അതുകൂടെ ചെയ്യണം. രാഹുൽ മാങ്കൂട്ടം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ VD സതീശൻ തന്നെയാണ്. അന്വേഷണം ആവശ്യപ്പെട്ടത് VD സതീശൻ തന്നെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും 1ാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായി ആരോപണം ഉന്നയിച്ചതും CPM ആണ്. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ VD സതീശൻ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ്. അപ്പം ആത്മവിശ്വാസത്തോടു കൂടിയുള്ള മറുപടിയാണ്. നിങ്ങൾക്ക് അയാളെ പൂട്ടാനാവില്ല. അയാളെ എന്നല്ല, അഴിമതിയിൽ കഴിഞ്ഞ 10 വർഷവും PhD എടുത്തിരിക്കുന്ന നിങ്ങളെ കവച്ചു വെക്കാൻ ഇനി മറ്റാര്? ഇപ്പൊ ഏറ്റവും അവസാനം ജെട്ടി കേസിലടക്കം നാണം കെട്ട് നിൽക്കുന്ന സർക്കാരിനെ ഇനി അടപടലം അടുത്ത മൂഞ്ചിക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു അന്വേഷണം. അത്രേ ഉള്ളൂ. അപ്പം പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അത് എന്താണെന്നുള്ള ഒരു വിശദീകരണം കൂടി ഇവിടെ നൽകുന്നു കേട്ടോ. അത് ഒരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആട് തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ ഒരു CBI എൻക്വയറി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നാണ്? ശ്രീ VD സതീശനോട് എനിക്കും നിങ്ങൾക്കുമൊക്കെ യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമായ നിലപാടാണ്. ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേർന്ന പരിപാടിയല്ല. ജനങ്ങളിൽ നിന്ന് ഇത് നിങ്ങളെയൊക്കെ ബഹുദൂരം ആട്ടിപ്പായിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്തോളൂ. ഒന്നും സംഭവിക്കില്ല. കാത്തിരുന്ന് കാണാം.